ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, കേരളത്തിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഒരു ടോട്ടൽ എക്സ്പെൻസ് എത്രയാവും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനി എന്ത് കാര്യമാണ് അറിയേണ്ടത്, എന്ത് കണ്ടൻറ്റാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തായിരുന്നു ടോട്ടൽ എക്സ്പെൻസ് എത്രയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു കമൻറ്റിൽ റിയാക്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അത് മാത്രമല്ല, ഞാൻ ഈ പറയാൻ പോകുന്ന ഫീസും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2023 ബാച്ച് ഉണ്ടല്ലോ, അവരുടെ ബേസ്ഡ് ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ബിക്കോസ് ഈ ഇയറിലെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എക്സാക്റ്റ് ആയിട്ടുള്ള ഫീസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഹീമിലെ അലോട്ട്മെൻറ്റും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോരോ വെബ്സൈറ്റിൽ, കോളേജ് വെബ്സൈറ്റിൽ, ഹീമിൻ്റെ വെബ്സൈറ്റിലൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പറ്റുന്നത് നമുക്ക് 23യുടെ ബേസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, അതായത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. അപ്പം അതിൽ ചില ഫീസുകളും പല കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടും അതിൽ നിന്ന് കുറേ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ വരാം. അപ്പം ഞാൻ ഏകദേശം ഒരു കണക്കായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട്സ്, അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റ്, അതായത് ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും അതിൻ്റെ കൂട്ടത്തിൽ ചില കോളേജിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് നമുക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടാവും, സ്പെഷ്യൽ ഫീസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത്രയാണ് നമ്മൾ മെയിനായിട്ട് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും എത്രയാണ്, നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസും ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എത്രയായിരിക്കും എന്ന് മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പം നമ്മൾ ആ വീഡിയോയിലെ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജും നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറൗണ്ട് 8 lakh ആണ് പെർ ഇയർ വരുന്നത്. അതിലൊരു എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ DM വയനാടാണ്. അവിടെയാണ് 8,44,000 രൂപയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് പറയുന്നത്. ബാക്കി എല്ലാ കോളേജും ഏകദേശം ഒരു 8 ലക്ഷം രൂപ, അതായത് ഇപ്പോൾ ജൂബിലി അമലയ്ക്കാണെങ്കിൽ 7,77,000 രൂപ ആ റേഞ്ചിലാണ്. അപ്പോൾ നമുക്കൊരു 8 ലക്ഷം രൂപ എന്ന് നോക്കാം. ഈ 8 ലക്ഷം രൂപ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 5.5 വർഷം, അതായത് നമ്മുടെ 4 വർഷത്തെ പഠിത്തം, അതോടൊപ്പം തന്നെ നമ്മുടെ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് പീരീഡിലും നമ്മൾ ഈ പറഞ്ഞ ഫീസ്, അതായത് ഈ ട്യൂഷൻ ഫീസ് നമ്മൾ മസ്റ്റായിട്ട് അടയ്ക്കണം. ഓക്കെ, അതാണ് നമുക്ക് ട്യൂഷൻ ഫീസിന്റെ കാര്യം പറയാനിരിക്കുന്നത്. അപ്പം ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 8 ലക്ഷം രൂപ എന്ന് നമുക്ക് പറയാം. എന്ത് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് ആരുണ്ട്? DM വയനാട്, അവിടെ 8,44,000 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്പെഷ്യൽ ഫീസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്പെഷ്യൽ ഫീസും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഫുൾ ഇതുപോലെ പറയണില്ല. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ഫീസ് അതിൽ നോക്കിയാൽ കാണാം, പല മെഡിക്കൽ കോളേജ്, മോസ്റ്റ്ലി എല്ലാ മെഡിക്കൽ കോളേജിന്റെ സ്പെഷ്യൽ ഫീസ് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 60,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പല കോളേജിലും, ചില കോളേജിൽ 60,000, 70,000, 80,000 ആ റേഞ്ചിലുണ്ട്. എന്നാൽ ചില കോളേജ്, അതായത് PK ദാസ്, അതുപോലെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അങ്ങനെയുള്ള 2-3 കോളേജുകളിൽ 1 ലക്ഷം വരെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലെ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ഫീസിന്റെ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് 60,000-ന്റെ 1 ലക്ഷത്തിന്റെ ഇടയ്ക്ക്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചില കോളേജിലൊക്കെ 90,000 വരുന്നുണ്ട്, 80,000 വരുന്നുണ്ട്. അത് ഓരോ കോളേജിനനുസരിച്ച് മാറും. അപ്പൊ നമുക്കറിയില്ല നമുക്ക് ഏത് കോളേജാണ് കിട്ടാൻ പോകുന്നത്. ഇൻ കേസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു 60,000 ആയിരിക്കുമല്ലോ ഇന്ന കോളേജിൽ, അപ്പൊ നമുക്ക് അത് മതി, നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന അത് തന്നെ ആയിരിക്കും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ഓർക്കുക, എന്റെ മാർക്കിന് ചിലപ്പോൾ ഈ ഒരു കോളേജ് കിട്ടും, ഇവിടെ ട്യൂഷൻ ഫീസ് ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീസ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ചിലപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല എങ്കിൽ, നമ്മൾക്ക് കിട്ടിയ കോളേജിൽ സ്പെഷ്യൽ ഫീസ് ചിലപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ 80,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഫീസ് ഒരു 60,000-ന്റെയും 1 ലക്ഷത്തിന്റെ ഇടയ്ക്ക് വരും. അത് ഓരോ കോളേജ് മാറുന്നതനുസരിച്ച് നമുക്ക് ആ സ്പെഷ്യൽ ഫീസും ഈ ഒരു റേഞ്ചിൽ ഒരു വേരിയേഷൻ നമുക്ക് വരാം. അപ്പം നമ്മൾ ഈ ഒരു റേഞ്ചാണ് നമുക്ക് സ്പെഷ്യൽ ഫീസിന് വെക്കാൻ വേണ്ടി പറ്റുന്നത്. അത് മാത്രമല്ല, ഈ സ്പെഷ്യൽ ഫീസിൽ ഞാൻ നോക്കിയപ്പോൾ, അതായത് ലാസ്റ്റ് ഇയറിൽ ഇത് നോക്കിയപ്പോഴേക്കും കൊല്ലത്തിൽ നമ്മൾ SCCM മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവിടെ
ഒരു 53,000 രൂപയാണ് സ്പെഷ്യൽ ഫീസ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കോളേജിലും ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതോടെ ജസ്റ്റ് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ സ്പെഷ്യൽ ഫീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോളേജ് ID ഉണ്ടാവും, അക്കാഡമിക് കലണ്ടർ, ഡയറി, കോളേജ് ID, ലൈബ്രറി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ, റെക്കോർഡ് ബുക്ക്, ലോഗ് ബുക്ക്, ഡിസെക്ഷൻ കിറ്റ്, PTA ഫണ്ട്, പിന്നെ OT ഡിസ്പോസൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്പെഷ്യൽ ഫീസിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിഫോം കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോളേജുകളിൽ ഈ സ്പെഷ്യൽ ഫീസിനകത്ത് യൂണിഫോം, കോളേജ് ID അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാൻ ചാൻസ് ഇല്ല. അത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് സ്പെഷ്യൽ ഫീസ് ചിലപ്പോൾ ഒരു 80,000 70,000 മേടിച്ചിട്ട് അതല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും യൂണിഫോമിൻ്റെയൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരിക്കലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് ചിലപ്പോൾ എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരാം. അതിൻ്റെ അകത്ത് ഒരു ചിലപ്പോൾ പൈസ ഞാൻ പറയുന്നതിൽ പൈസ കുറയാം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് കൂടുതലും വരാം, അങ്ങനെ ഒരു വേരിയേഷൻ വരാം. അപ്പം മോസ്റ്റ്ലി നമ്മൾ സ്പെഷ്യൽ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഈ ഒരു ഞാൻ പറഞ്ഞു റേഞ്ച് എന്ന് പറയുന്ന ഒരു 60,000-നും 1,00,000-നും ഇടയിൽ നിങ്ങളൊരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നൊരു കാറ്റഗറിക്ക്. ഇനി നമുക്ക് ഹോസ്റ്റൽ ഫീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു ട്യൂഷൻ ഫീസ് ആയാലും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഫീസ് ആയാലും നമ്മുടെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ. പക്ഷേ ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അവൈലബിൾ അല്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വെബ്സൈറ്റിൽ ഇടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ തന്നെ ആയാലും നമുക്ക് ലാസ്റ്റ് ഇയറിലെ ചില കോളേജുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ചില കോളേജുകളിലെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഫീസ് സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ചില കോളേജിലെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുള്ള അറിവിലും അതോടൊപ്പം തന്നെ ചില കോളേജുകളിൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവരെ വിളിച്ച് ചോദിച്ചിട്ട് കിട്ടിയതിലും ബേസിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിപ്പം നമുക്കറിയാം ഏകദേശം ഒരു 18-19 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ഏകദേശം ഒരു 13 പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി കിട്ടിയിട്ടും എനിക്ക് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏകദേശം അതായത് ഈ ഒരു 13 കോളേജ് ഉണ്ടല്ലോ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ വരത്തുള്ളൂ. അപ്പം അത് അറിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് എത്രത്തോളം ഒരു ഹോസ്റ്റൽ ഫീസിന് നമുക്ക് അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കത് എത്രയൊക്കെയാണ് നമുക്ക് ഓരോ കോളേജിന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ പറയുന്ന ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് മെസ്സും കൂടിയാണ്. അപ്പം നിങ്ങൾ അതോടെ ഓർക്കുക, രണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ല, രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണ്. അവിടെ നമുക്ക് ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത് 89,600 രൂപയാണ്. അങ്ങനെയാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ വന്നിരിക്കുന്ന ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് 75,000 രൂപയാണ്. മൂന്നാമത്തെ കോളേജ് എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജാണ്. അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത് 80,000 രൂപയാണ് വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജാണ്. അവിടെ വരുന്നത് 1,19,000 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് MES മെഡിക്കൽ കോളേജിൽ 1,11,300 രൂപയാണ് വരുന്നത്. ഇനി അടുത്തത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജാണ്. അവിടെ വരുന്നത് 1,05,500 രൂപയാണ് വരുന്നത്. ഇനി അടുത്തത് മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്. അവിടെ വരുന്നത് 97,500 രൂപയാണ് വരുന്നത്. ഇനി അടുത്തത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത് 1,18,000 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് KMCT മെഡിക്കൽ കോളേജ് ആണ്. അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത് 1,00,000 രൂപയാണ് വരുന്നത്. ഇനി അടുത്തത് DM വയനാടാണ്. ഇതാണ് അവിടെ 1,22,000 രൂപയാണ് അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത SUT മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. അവിടെ വരുന്നത് 1,08,000 രൂപയാണ് അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആണ്. അവിടെ വരുന്നത് 1,28,300 രൂപയാണ് അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്നത് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത് 2,05,000 രൂപയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ അത്രയും ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ 2023 ബാച്ചിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുത്തെ ഹോസ്റ്റൽ ഫീസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം വരുമ്പോഴേക്കും ഇതിൽ നിന്ന് ഇൻക്രീസ് ഉണ്ടാവും. അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഹോസ്റ്റൽ ഫീസ് ഒന്നുകൂടെ പറയാണ്, മെസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് പെർ ഇയർ നമ്മൾ അടയ്ക്കണം. പിന്നെ മൂന്നാമത്തെ
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ അടയ്ക്കുന്ന ഫീസാണ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് വരാം. ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ ജൂനിയേഴ്സിന് അവർക്ക് ഈ 2,50,000 രൂപയാണ് അവർക്ക് ഹോസ്റ്റൽ ഫീസ് ആയിട്ട് വരുന്നത്. അത് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 1,87,000 രൂപയായിട്ട് കുറയും. അങ്ങനെ എല്ലാ കോളേജിനും ഫസ്റ്റ് ഇയർ മാത്രമായിരിക്കും കുറച്ച് കൂടുതൽ വരുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ഫീസ് കുറയും, കുറച്ച് ഫീസ് നമുക്ക് കുറവുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പൊ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും അവിടുത്തെ ഫസ്റ്റ് ഇയർ ഫീസ് 1,18,000 രൂപയാണ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1,07,000 രൂപ. അതുപോലെ ജുബിലിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 89,600 രൂപയാണ് വരുന്നത്. അത് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 74,000 രൂപ. അപ്പൊ അങ്ങനെ ഒരു വേരിയേഷൻ എന്തായാലും ഫീസിൽ, ഹോസ്റ്റൽ ഫീസിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഹോസ്റ്റൽ ഫീസിന്റെ റേഞ്ച് വരുമ്പോൾ 1,00,000-നും 1,50,000 ഇടയ്ക്ക് ആ ഒരു റേഞ്ച് നമുക്ക് ഇടാം. എക്സെപ്ഷൻ ആയിട്ട് നമ്മുടെ ജൂബിലി, അമല, മലങ്കര അങ്ങനത്തെ ചില കോളേജുകളിൽ ഏകദേശം ഒരു 90,000, 80,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിലും മോസ്റ്റ്ലി പല മെഡിക്കൽ കോളേജുകളിലും 1,22,000, 1,28,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു റേഞ്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. പിന്നെ നമ്മുടെ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 2,05,000 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് വരുന്നത്. അവിടെ കുറച്ചുകൂടെ നല്ല കൂടുതലാണ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ എടുക്കാം. ഇനി എക്സ്ട്രാ ഫീസിന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഇപ്പം എനിക്കതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആദ്യം എൻ്റെ കാര്യം പറയാം. അപ്പം ഞാൻ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ ആദ്യം ചേരണ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടായിരുന്നു, ഹോസ്റ്റൽ ഫീസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ഫീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കോളേജിൽ ഫീസ് അടച്ചു. അതിനുശേഷം ഞാൻ കോളേജിൽ കയറിയ സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് 2,000 രൂപ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞ് എനിക്കൊരു ചെലവ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫീസ് എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അതല്ലാണ്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് നമുക്ക് എക്സാം ഫീസ് അടയ്ക്കണം. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 5,000-ഓ 3,000-ഓ, എനിക്കത് കൃത്യം ഓർമ്മയില്ല, ആ ഒരു റേഞ്ചിലായിരുന്നു പൈസ വന്നിട്ടുള്ളത്. അതല്ലാണ്ട് പിന്നീട് എനിക്കൊരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് കോളേജിലായിട്ട് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ സ്പെഷ്യൽ ഫീസിൽ യൂണിഫോം ആയാലും കോളേജ് ഐഡി ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും ലൈബ്രറി അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ ഫീസിൽ പോയിട്ടുള്ളൂ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിനൊന്നും പൈസ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നമുക്ക് അല്ലാണ്ട് നമ്മൾ കോളേജ് ഈവൻറ്റ്സ്, അതായത് നമ്മുടെ കോളേജിൽ ഓണം, ക്രിസ്മസ്, കേരളപ്പിറവി അങ്ങനത്തെ നമ്മൾ കോളേജ് ഈവൻറ്റ്സിന് വേണ്ടി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അത് നമ്മുടെ കൗൺസിലോട്ടാണ് പൈസ പോകുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ കോളേജിൽ ഈവൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതല്ലാണ്ട് വേറെ ഫീസോ കാര്യങ്ങളോ വന്നിട്ടില്ലായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 34,000 രൂപയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അതിപ്പോൾ വേറെ പല കോളേജുകളിൽ 16,000 വരുന്നുണ്ട്, അതുപോലെ 30,000 വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെഷ്യൽ ഫീസിനൊരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ടായപ്പോഴേക്കും സെക്കൻഡ് ഇയർ സബ്ജക്റ്റിന് റെക്കോർഡ്, ലോ ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഇപ്പോൾ 300 രൂപ, 500 രൂപ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലോട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് അഡ്മിഷൻ ഫീസ് ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ഒരു 2,000, 5,000 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് എക്സാം ഫീസും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. എന്നാൽ വേറെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ എക്സ്ട്രാ ഫീസ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ ഫീസ് ഉണ്ടാവും, യൂണിഫോം ഫീസ് ഉണ്ടായിരിക്കും, കോഷൻ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് മേടിക്കും. പക്ഷെ നമ്മളടുത്ത് അങ്ങനെ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കോളേജ് അനുസരിച്ച് മാറുമ്പോൾ വേരിയേഷൻസ് വരാം. ഒരു അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വഴി നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, പിന്നെ നമ്മൾ ഡയറക്റ്റ് അവരെ വിളിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ ഫീസിൽ ഇതെല്ലാം പോകുന്നുണ്ട് എല്ലാ കോളേജിലും. ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ഫീസ് എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ്, എക്സാമിനേഷൻ ഫീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അത് ഏകദേശം ഒരു 10,000 രൂപ ഒക്കെ നമുക്ക് നോക്കിയാൽ മതിയാവും. ഈ പറഞ്ഞ പോലെ ഈ വർഷമാകുമ്പോൾ ചിലപ്പോൾ ഒരു വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരാം. ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരു അലോട്ട്മെന്റ് വഴി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 1 വീക്കിനുള്ളിൽ നമ്മൾ ചെന്ന് ചേരണം, അല്ലെങ്കിൽ നമുക്ക് ആ സീറ്റ് കിട്ടില്ല. സോ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ലാസ്റ്റ് മിനിറ്റിലെ നമ്മൾ ഈ ടെൻഷനും ഹർബറിയും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. കാരണം നമുക്കിപ്പോൾ ഏത് കോളേജിലാണ് കിട്ടുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പല കോളേജിലും ഈ സ്പെഷ്യൽ എക്സ്ട്രാ ഫീസും കാര്യങ്ങളും പറയുമ്പോൾ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ കുറച്ച് പൈസ നിങ്ങൾ കയ്യിൽ കരുതിക്കും. അപ്പം നമ്മളിങ്ങനെ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, എക്സ്ട്രാ ഫീസ് അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്കൊരു പെർ ഇയർ നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 9,70,000-നും 10,70,000-നും ഇടയ്ക്കാണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. അപ്പൊ നിങ്ങളിത് കാണുമ്പോൾ അയ്യോ ചേച്ചി 10,70,000 അല്ലെങ്കിൽ 10 ലക്ഷത്തിന് മണ്ടയിലോട്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കോളേജുകളിലും ഏകദേശം ഒരു 10 ലക്ഷത്തിനുള്ളിൽ തന്നെ നമുക്ക് തീരും, അതിന് മണ്ടയിൽ വരത്തില്ല. പക്ഷേ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില കോളേജുകൾ, അതായത് നമ്മൾ DM വയനാട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ട്യൂഷൻ ഫീസ് ഞാൻ ക്ലാസ് ഇയർ വെച്ച് പറയുവാണെങ്കിൽ 8,44,000 രൂപയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ സ്പെഷ്യൽ ഫീസും ഹോസ്റ്റൽ ഫീസും കൂടെ ചേരുമ്പോൾ 2,20,000 വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കുമ്പോൾ എത്രയായി? 10,60,000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് ഇയർ ഫീസ് വരുന്നത് 8,09,000 രൂപയാണ് വരുന്നത്. അവിടുത്തെ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 1,03,000 രൂപയും ഹോസ്റ്റൽ ഫീസ് 1,18,000 രൂപയാണ് വരുന്നത്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴും ഏകദേശം 10,30,000 രൂപ വരുന്നുണ്ട്. അടുത്ത നമ്മൾ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ട്യൂഷൻ ഫീസ് 7,05,000 രൂപയാണ് വരുന്നത്. പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസും ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ലക്ഷത്തിന് മുകളിലാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞത് ചില കോളേജുകളിൽ 10 ലക്ഷത്തിന് മണ്ടയിൽ ഈ പറഞ്ഞ പോലെ 10,60,000, 10,30,000 അങ്ങനെ റേഞ്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 9,70,000-നും 10,70,000-നും ഇടയ്ക്കാണ് നമ്മളൊരു എക്സ്പെൻസ് വരുന്നത്. കാരണം നമുക്കറിയില്ല നമുക്ക് ഏത് കോളേജാണ് കിട്ടുന്നത്. ഇൻ കേസ് ഇതുപോലത്തെ ഏതെങ്കിലും കോളേജാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ അതും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇങ്ങനത്തെ ചില കോളേജുകളിൽ സ്പെഷ്യൽ ഫീസും അതുപോലെ ഹോസ്റ്റൽ ഫീസും കൂടുതലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടോട്ടൽ എക്സ്പെൻസ് വരുമ്പോൾ വേരിയേഷൻ വരുന്നുള്ള കാര്യം. നമുക്ക് എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും 6% ഫീസുകളിൽ ഇൻക്രീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ ആ ഒരു 6% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു വർഷം ഇതിൽ നിന്ന് കുറച്ചുകൂടെ എമൗണ്ട് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും സ്പെഷ്യൽ ഫീസ് ആയാലും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് ആയാലും അതിൽ ചെറിയ റിഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫീസിൽ നിന്ന് ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 രൂപയുടെ റിഡക്ഷൻ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ ഒരു എമൗണ്ട്, അതായത് ഈ 9,500 to 10,000 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിലെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഒരു 15K to 1 lakh ഒരു വേരിയേഷൻസ് റിഡക്ഷൻ എന്തായാലും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ലോണം ടെൻഷൻ അടിക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ പേരൻസും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടെൻഷനും ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. നല്ലപോലെ അറിയാം, കാരണം ഞാനും ആ ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനിൽ ഞാൻ വിചാരിച്ചൊരു കോളേജ് അല്ലായിരുന്നു. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചൊരു കോളേജ് ഉണ്ടായിരുന്നു, അതല്ല എനിക്ക് കിട്ടിയത്. പിന്നീടാണ് ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജിൽ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റൽ ഫീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസും ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ അറേഞ്ച് വെച്ചൊരു ഫീസ് ഇത്രയായിരുന്നു, പക്ഷെ നമ്മൾ ആ ഒരു കോളേജിലെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫീസ് ഇത്രയും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മളതിൽ അപ്പം ആ സമയത്ത് ഇല്ല. അപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ ചേരണം. അപ്പോൾ എനിക്ക് ഓർക്കുന്നുണ്ട്, എനിക്ക് ഫെബ്രുവരി 7-ാം തീയതിയാണ് എനിക്ക് ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ്. 6-ാം തീയതി വരുന്നത് സൺഡേ ആണ്. പിന്നെ 5-ാം തീയതി എന്തോ ബാങ്ക് ഉച്ച വരെയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയോളം പോകുന്നുണ്ട്. ഞാൻ അതിൽ എൻ്റെ വീട്ടുകാരാണെങ്കിലും ഈ ഒരിടത്തെങ്കിലൊക്കെ കടം ചോദിക്കാൻ വേണ്ടിയും അടിച്ച് ഓടിയ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് അറിയുന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ടായാലും വെബ്സൈറ്റിലായാലും കോളേജിൽ ഡയറക്റ്റ് വിളിച്ചിട്ടായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എത്ര നമുക്ക് ഇത്രയൊക്കെ പൈസ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇത്രയൊക്കെ പൈസ നമ്മൾ കരുതി വെക്കണം എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ ചേരുന്ന സമയത്തുള്ള സന്തോഷം കൂടെ ആയിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ഈ പറഞ്ഞ അത്രയും നമ്മൾ 23 ബാച്ചിന്റെ കാര്യങ്ങളാണ്. 24 ബാച്ച് വരുമ്പോൾ ഇനിയും ചിലപ്പോൾ വേരിയേഷൻസ് എന്തായാലും വരും. അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുക. അത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഓർക്കും ലാസ്റ്റ് ഇയർ എൻ്റെ മാർക്കിന് ഈ കോളേജ് കിട്ടും, അപ്പൊ എനിക്ക് ഈ വർഷം ഈ കോളേജ് തന്നെ കിട്ടാം, അപ്പൊ ഈ കോളേജിൽ ഇത്രയൊക്കെയാണല്ലോ ഫീസ്, അത് മാത്രം അറേഞ്ച്. അങ്ങനെ നിങ്ങൾ നിൽക്കരുത്. കാരണം എൻ്റെ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കയറുന്ന സമയത്ത് എൻ്റെ മാർക്കിന് മലബാർ മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ പോകാനായിരുന്നു ഇഷ്ടം. പക്ഷെ എനിക്ക് വന്നപ്പോൾ കിട്ടിയത് PK ദാസ് ആയിരുന്നു. PK ദാസിൽ ഈ പറഞ്ഞുള്ള ഹോസ്റ്റൽ ഫീസ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. ഞാൻ അത് തന്നെ കിട്ടുമെന്നൊക്കെ ഓർത്തിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അബദ്ധം വരരുത്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് DM ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.